സുഹൃത്തുക്കളെ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഓടി വരുന്ന ദിസ് ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഓഫ് നമ്മുടെ വ്ളോഗ് ചെയ്യുന്ന ചിത്രനെ കുറിച്ചാണ്. ട്രാവലിംഗ് വ്ളോഗ് വിത്ത് ചിത്രൻ എന്നും പറഞ്ഞ് ഒരു പയ്യൻ. അപ്പോൾ അവൻ എന്താണ്, അവൻ്റെ ഡ്രീം എന്താണ്? ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നമുക്ക് ഓരോ വ്യക്തികൾക്കും നമ്മുടെ കരിയറിൽ എന്താവണം, ഏതാവണം, നമുക്ക് ആരായിത്തീരണം എന്നുള്ള ഓരോ ലക്ഷ്യങ്ങൾ കാണും, ലക്ഷ്യബോധങ്ങൾ കാണും. പക്ഷേ അത് എവിടെ അവസാനിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നമുക്കതിൻ്റെ വേസ്, ഏതൊക്കെ മാർഗങ്ങളുണ്ട്. കരിയറിൽ ഓരോരുത്തർക്കും ഓരോ അംബിഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സക്സസ് ആവാത്ത പക്ഷേ അംബീഷനസ് ആയ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞൊരു ഫേസില്ല. എനിക്കിങ്ങനെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഒരുപാടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കൊരു ക്യാമറ ഫേസില്ല, ഞാനത് വെച്ച് അപ്പോൾ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഒരുപാട് തവണ ചിന്തിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എടുക്കാനുണ്ടായ കാരണം മേ ബി എൻ്റെ ഡ്രീം തന്നെയാണ്. ഞാൻ നമ്മുടെ രാജ്യത്തെ സെർവ് ചെയ്യാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. സെർവ് ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിക്ക് എന്തുകൊണ്ട് ആ വ്യക്തി ചെയ്യാൻ ആഗ്രഹിച്ചവരിൽ ഒന്നും ചിലപ്പോൾ ആ പൊസിഷനിൽ എത്തണമെന്നില്ല. പിന്നെ ഇപ്പോൾ ആഗ്രഹങ്ങളുണ്ട്, രാജ്യത്തിനല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫൻസ് ജോലി ചെയ്യണം. കാരണം നമ്മളെ ജനങ്ങളുടെ സേവിക്കുക എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഒരു യൂണിഫോം ജോബിനോട് അത്രയും ക്രേസാണ്. അപ്പം അതിന് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് 27 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പോലീസ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യാനേ പറ്റത്തുള്ളൂ. ഡിഫൻസിൽ മാത്രം ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് നോർമലായിട്ട് ആർമിയിൽ പോകണമായിരുന്നു. അപ്പോൾ ആർമിയിൽ പോകുമ്പോൾ അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതൊക്കെ വിധേന നമുക്ക് ആർമിയിൽ എത്തിപ്പെടാം എന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ ആരുമില്ലായിരുന്നു. ഇപ്പം ലക്ഷ്യത്തിലെത്തിയ ആൾക്കാർക്ക് ഒരുപാടൊന്നും പറയാൻ കാണത്തില്ല. പക്ഷേ ലക്ഷ്യത്തിലെത്താത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ആഗ്രഹങ്ങളായിട്ട് ജീവിക്കുന്നവർ. അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരുപാട് കഥകളാണ്, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് അറിഞ്ഞിടാത്ത ഒരുപാട് അനുഭവങ്ങളാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അത് തന്നെയാണ്. അപ്പം എനിക്ക് ഉണ്ടായൊരനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവരുത്. മേ ബി ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർ വീഡിയോ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ല. നോർമൽ ക്യാമിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അംബീഷൻസിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എന്ത് ഹാർഡ് വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് ആ ജോബ് ഒരു 10 മാർക്കിൻ്റെ ഡിസ്റ്റൻസിലാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്, എൻ്റെ 2016. അതിനുശേഷം ഞാൻ ഒരുപാട് തവണ ആർമിക്ക് വേണ്ടി ഞാൻ ഓടി. ഫിസിക്കലും മെഡിക്കലും പാസ്സായ ടൈമുണ്ട്. ഫിസിക്കലും മെഡിക്കലും പാസ്സായ ഒരു വ്യക്തിക്ക് രണ്ടാമത്തെ തവണ ഓടിക്കേറിയിട്ട് 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് കുറവെന്നും പറഞ്ഞ് അവർ പുറത്താക്കി. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഹൈറ്റിൻ്റെയൊക്കെ വാല്യൂ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് 5 അടി 5 ഇഞ്ച്, അതായത് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യക്തിക്ക് ഫോഴ്സിൽ എത്തിപ്പെടുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. കാരണം കറക്റ്റ് പ്രോപ്പർ ഹൈറ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ റാലിക്കും ഇതിനും വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെയായാലും അവർ ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ കുറയ്ക്കും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയ്ക്ക് വലിയ നമ്മൾ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ജസ്റ്റ് അതിന് ഹൈറ്റ് ഇളകുന്ന ബാറിൽ നിർത്തിയിട്ട് നമ്മളൊരു ജസ്റ്റ് തലയ്ക്ക് അടിച്ചിട്ടോ എന്തെങ്കിലും അത് ഹൈറ്റ് നമ്മുടെ നോർമലുള്ള ഹൈറ്റിൽ നിന്ന് 1-2 സെൻറ്റിമീറ്റർ കുറയാറുണ്ട്. അത് നമ്മുടെ കരിയറിൽ തന്നെ പല അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമാവും. അങ്ങനെ അവസരം നഷ്ടപ്പെട്ട ഒരുപാട് തവണ ഈ പാരാമിലിറ്ററി ആയ CSF മിക്കുള്ളതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലരും ചിന്തിക്കാത്ത കുറേ കാര്യം, ഇപ്പം ചിലർ ആർമിയിൽ മാത്രം പോകുന്ന രാജ്യത്തിന് സ്നേഹിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. SSCയിൽ തന്നെ പാരാമിലിറ്ററി തന്നെ ഒരുപാട് 5 വിങ്ങുകളുണ്ട്. പിന്നെ അതേ കണക്ക് ആർമി, നേവി, എയർഫോഴ്സ്. അപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ്, ഇപ്പോൾ നേവിയിൽ എയർഫോഴ്സിൽ 21 വയസ്സ് വരെയൊക്കെ ആളിനെ എടുക്കുന്നു മേ ബി. പിന്നെ നമ്മൾ ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസ് ചെയ്തുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പ്ലേസ്മെൻറ്റിലാണ് നമ്മൾ ആളിനെ എടുക്കുന്നത്. ഇപ്പോൾ എയർഫോഴ്സിലും നേവിയിലും ഇത്രയും ഹൈറ്റ് വേണ്ട, നമ്മുടെ റണ്ണിങ് കേപ്പബിലിറ്റി ഇത്രയും വേണമെന്നില്ല. ആർമിയിലാകുമ്പോഴത്തേക്ക് ഒരു വ്യക്തി 1 മൈൽ, അതായത് 1.6 കിലോമീറ്റർ, 1600 മീറ്റർ ഓടേണ്ടത് 5 മിനിറ്റും 45 സെക്കൻഡിനുള്ളിലാണെന്നാണ് പറയുന്നത്. അത് കോമൺലി ഒരു ടൈമിൽ നമുക്ക് പല ആൾക്കാർക്കും കിട്ടിയിട്ടില്ല. റാലിക്ക് ഓടിയിട്ടുള്ള പല ആൾക്കാർക്ക് കിട്ടത്തില്ല. കാരണം ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ആളിൻ്റെ ടൈം ബേസ് ചെയ്തായിരിക്കും അവർ, പിന്നെ വേക്കൻസി, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ ഒരു 5 പേര് ഓടിച്ചത് 10-300 പേരോളം ഒരേ സമയം ഒരു റാലിയിൽ ഓടിയിട്ടാണ് ആർമിയിൽ കയറുന്നത്. അപ്പോൾ ആർമി റാലി സമയത്ത് 10-300 ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു ആദ്യത്തെ 10 ടോപ്പ് 10 എത്തുമെന്ന് പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. എൻ്റെ ലൈഫിലുണ്ടായ അനുഭവം. ഇപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ലോങ് ആയിപ്പോകും. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ജീവിതാനുഭവത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പറയുമ്പോഴത്തേക്ക് ഈ വീഡിയോ ലോങ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോറടിക്കാം. എന്നാൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഫസ്റ്റ് റാലി 2016 നവംബറിലല്ല ഒക്ടോബറിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ IVRS കോഡും അതിൻ്റെ ഡീറ്റെയിൽസും. ആദ്യമായിട്ട് എക്സാം എഴുതാം. പക്ഷെ അതിനുശേഷം പിന്നെ ഇന്ന് വരെ എനിക്കതിന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് എനിക്ക് ആ എക്സാം കൂടെ പാസ്സായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കരിയറിൽ ഞാൻ സർവീസ് സെക്രട്ടറി ആയിട്ട് കൊല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് എനിക്ക് നേവി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്കതിനോട് താല്പര്യം തോന്നിയിട്ടില്ല. എയർഫോഴ്സിന് ട്രൈ ചെയ്തിട്ടു ഞാൻ ഒരു ഓപ്പൺ റാലി ഉണ്ടായിരുന്നു 2015-16 ആ ടൈമിൽ ഒരു ഓപ്പൺ റാലി ഉണ്ടായിരുന്നു. അത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് എയർഫോഴ്സിൻ്റെ. പക്ഷേ അതിന് പോയിരുന്നെങ്കിൽ സുഖമായിട്ട് കിട്ടിയേനെ. കാരണം അതിന് ഇത്രയും ടൈമും ഇല്ല, ഇത്രയും ടൈം ഒരുപാട് 7 മിനിറ്റോളം സംതിങ് ടൈം ഉണ്ടായിരുന്നു. അതെനിക്ക് ഹൈറ്റ് ഇത്രയും വേണ്ട. നോർമലി നമുക്ക് ഹൈറ്റ് അതിൽ 157 അത്രയൊക്കെ വരും. അങ്ങനെ റേഞ്ച് ഉണ്ടാവും. കുറേ നാളായി അതിനെക്കുറിച്ച് നോക്കിയിട്ട്. അപ്പോൾ പറയാൻ ഇപ്പോൾ ആർമിക്കാണെങ്കിൽ വരേണ്ടത് 162 തൊട്ട്, അതായത് ക്ലർക്ക് പോസ്റ്റ് ആണെങ്കിൽ 162. പിന്നെ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ നോക്കുന്നെങ്കിൽ 165. അത് കണക്ക് ഇത് ട്രേഡ്സ്മാൻ ട്രേഡിലോട്ടാണെങ്കിൽ 166. പിന്നെ നമ്മൾ കേരള കേഡറിൻ്റെ കാര്യമാണ് പറയുന്നത്. GD ജനറൽ സോൾജിയർ ആണെങ്കിൽ 167 ആണ് ഹൈറ്റ് വേണ്ടത്. അപ്പോൾ ഈ കറക്റ്റ് ഹൈറ്റായിട്ട് പോകുന്ന പല വ്യക്തികൾക്കും കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ്, ഇപ്പോൾ കറക്റ്റ് ഹൈറ്റുള്ള ആൾക്കാർ സ്ട്രെച്ചിങ് എക്സസൈസ് നല്ല ചെയ്താലേ കാര്യമുള്ളൂ. അത് നമ്മൾ 1-2 സെൻറ്റിമീറ്റർ, മാക്സിമം 2 സെൻറ്റിമീറ്ററൊക്കെ വ്യത്യാസം വരുത്തുമെന്ന് പറയും. പക്ഷേ അത് എനിക്ക് പറഞ്ഞു തരാൻ സമയത്ത് ആളില്ലായിരുന്നു. അതൊരു കാര്യം. പിന്നെ നമ്മൾക്ക് ഹൈറ്റ് ഇളവ് കിട്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. പിന്നെ എക്സാം ഇളവ് കിട്ടുന്ന കാര്യങ്ങളുണ്ട്.
ഇപ്പോൾ കോമൺലി കുറേ ആൾക്കാർക്ക് ഇതിന് വേണ്ടി നടക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഹൈറ്റ് ഇളവ് കിട്ടുന്നത് നമുക്ക് സ്പോർട്സിൽ നമ്മൾ സ്റ്റേറ്റിൽ പ്രൈസോ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് ഏതെങ്കിലും ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇളവ് കിട്ടും. അതേ കണക്ക് എക്സാം പോലും പാസ്സാവേണ്ട, എക്സാം ഇല്ലാതെ നമുക്ക് ആർമിയിലോട്ട് കയറാൻ പറ്റുന്ന ഇതെന്ന് വെച്ചാൽ നമ്മളെ NCC സർട്ടിഫിക്കറ്റ്, NCC-CBA, അതിന് ഓരോ സർട്ടിഫിക്കറ്റിനും ഓരോ വാല്യൂ ആണ്. A ഉള്ളവന് 10 മാർക്കും കിട്ടും, B ഉള്ളവന് 20 മാർക്കും, C ഉള്ളവന് എക്സാം പോലും എഴുതണ്ട. പിന്നെ അതെനിക്ക് RD ക്യാമ്പ് അറ്റൻഡ് ചെയ്ത വ്യക്തിക്ക് ഓടിക്കയറി ഫിസിക്കലും മെഡിക്കലും പാസ്സായി കഴിഞ്ഞാൽ അവന് ജോലി ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ കുറേ അഷുറൻസ് ഉണ്ട് നമ്മുടെ ആർമിയിൽ. അപ്പം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം പെട്ടെന്ന് കിട്ടും. ഈ സ്പോർട്സിലാണ് ഏറ്റവും വലിയ സാധ്യത. സ്പോർട്സുകാർക്ക് സ്പെഷ്യൽ റാലി സഹിതമുണ്ട്, നമുക്ക് പലർക്കും അറിയത്തില്ല. അതേപോലെ ബ്ലഡ് റിലേഷൻ, ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അങ്ങനെയുള്ള ആരെങ്കിലും ആർമിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഫൻസിൽ ഏതിപ്പോൾ പാരാമിലിറ്ററിയിലായാലും ഏതിലായാലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കേഡറിൽ, അപ്പോൾ അവരിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ആ സ്ഥലത്ത് റാലി നടക്കുന്നെങ്കിൽ പോലും നമുക്ക് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കേരളത്തിൽ മാത്രമുള്ള റാലിയല്ല, അല്ലാത്ത റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും ലൈഫിലോട്ട് നിങ്ങളുടെ ഡ്രീം, ഇപ്പോൾ വരുന്ന പിള്ളേർക്ക് ഇപ്പോൾ അഗ്നിവീർ ആയപ്പോഴത്തേക്ക് 75% ആൾക്കാരെ ഒരു ഷോർട്ട് പീരീഡിലേക്കാണ് എടുക്കുന്നത്. ഈ ഷോർട്ട് പീരീഡിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, കുറച്ച് കാലയളവിൽ മാത്രമേ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ 25% ആൾക്കാരെ പെർമനൻ്റ് ആക്കുന്നുണ്ട്. ഈ 25% എങ്ങനെ എത്തിപ്പെടാം, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പറയാം.